Hello, Assalamualaikum, Namaskaram. Welcome back to Hanna's Happiness. COVID-19 ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഖത്തറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം തന്നെ 4 ഫേസ് ആയിട്ട് ഇവിടെ നിന്ന് എടുത്തു മാറ്റാനാണ് ഇപ്പോൾ ഖത്തർ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ഫസ്റ്റ് ഫേസ് ജൂൺ 15-നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ റെസ്ട്രിക്ഷൻസ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വാലിഡ് ആയിട്ട് ഖത്തർ ഐഡി ഉള്ള ആൾക്കാർ അവരവരുടെ ഹോം ടൗണിൽ ലൈക്ക് ഹോം കൺട്രിയിൽ പെട്ട് കിടക്കുകയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ രാജ്യങ്ങളിൽ പെട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ഗൈഡ് ലൈനും ഖത്തർ ഗവൺമെന്റ് ഇപ്പം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ 16-നാണ്. ജൂൺ 15-നാണ് ഇതിന്റെ ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളും എല്ലാം തന്നെ റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾക്കൊരു ഔട്ട്ലൈൻ കിട്ടും. പുറത്തുനിന്ന് വരുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓഗസ്റ്റ് 1 തൊട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് തിരിച്ചിങ്ങോട്ടേക്ക് വരാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു സമയം, അതായത് ജൂൺ 15, ഇന്നിപ്പോൾ ജൂൺ 16-ആണ്, കറക്റ്റ് ഒരു 1.5 മാസമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം തന്നെ വരും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഹലോ, വെൽക്കം ടു ഹന്നാസ് ഹാപ്പിനെസ്. ഈ വീഡിയോ ഫുൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂൺ 15-നാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറയുന്നത് ഖത്തറി നാഷണൽസിനാണ്. അവർ പുറത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് പോകുന്നത് ഖത്തറി നാഷണൽസ് തന്നെയാണ്. ഖത്തറിലോട്ട് തിരിച്ചു വരാനായിട്ട് ലോ റിസ്ക് കൺട്രീസിലുള്ള ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലോ റിസ്ക് കൺട്രീസിൽ നമ്മുടെ ഇന്ത്യ പെടുമോ എന്നുള്ളത് അറിയണം. അപ്പോൾ അതിന്റെ ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതും ഉടനെ വരുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓഗസ്റ്റ് 1 തൊട്ട് സെപ്റ്റംബർ 22 വരെയാണ് വാലിഡ് ആയിട്ട് ഖത്തർ ഐ ഡി ഉള്ള ആൾക്കാർക്ക് തിരിച്ചു ഖത്തറിലോട്ട് വരാനായിട്ട് പറ്റുന്നത്. ഈ വാലിഡ് ഖത്തർ ഐ ഡി ഹോൾഡേഴ്സിന് ഖത്തറിലോട്ട് വരാനായിട്ട് 2 കണ്ടീഷനാണ് അവർ പറയുന്നത്. ഫസ്റ്റ്, ഈ ഖത്തറിലോട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ഒരു ഓതറൈസേഷൻ വേണം എന്നുള്ളത്. ഈ ഒരു ഓതറൈസേഷൻ കൊണ്ട് അവർ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ നമ്മൾ വരുന്ന ഹോം കൺട്രിയിൽ കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് അത് നെഗറ്റീവ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ ഇവിടെ ഖത്തറിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ലെറ്ററോ കാര്യങ്ങളോ ആയിരിക്കും. ആക്ച്വൽ ആയിട്ട് അവർ ഈ ഓതറൈസേഷൻ എന്ന് പറയുന്നത് എന്താണ് കാര്യം എന്നുള്ളത് പുറകെ വരത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ നെക്സ്റ്റ് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഖത്തറിന്റെ പുറത്തുനിന്ന് ആര് വന്നാലും നമ്മൾ ഇവിടെ ഒരു 14 ദിവസം ക്വാറന്റൈനിൽ നിൽക്കണം. അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വാറന്റൈൻ ഹോട്ടലിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ആ ഹോട്ടലുമായിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയിരിക്കണം രണ്ടാമത്തെ സംഭവം. അതിന്റെ ഒരു കൺഫർമേഷൻ ലെറ്റർ ആണ് രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ 2 സംഭവങ്ങളാണ് നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് റെഡിയാക്കി വെക്കേണ്ടത്. അപ്പൊ ഇവരിപ്പോ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇങ്ങോട്ട് വരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹോട്ടൽ ഒരിക്കലും ബുക്ക് ചെയ്യരുത്. ഫസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഒരു ഓതറൈസേഷന്റെ അപ്രൂവൽ ആണ് വേണ്ടത്. അതിന്റെ കാര്യങ്ങൾ അതായത് ഡിപ്പാർട്ട്മെന്റ് എന്താണ് മീൻസ് ഈ ഒരു അപ്രൂവൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് എന്തുമാണെന്നുള്ളത് ഫസ്റ്റ് പുറത്തുവിടും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഹോട്ടൽസ് ബുക്ക് ചെയ്യാവുള്ളൂ എന്നുള്ളത് ഇവര് എടുത്തു പറയുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഹോട്ടൽ ബുക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. ഹോട്ടൽ ബുക്കിംഗ് നമുക്ക് ഒരിക്കലും ഹോട്ടലുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുന്നത് ഖത്തർ എയർവേസ് ഹോളിഡേയ്സ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഡിസ്കവർ ഖത്തർ ആണ്. അപ്പോൾ അവരുടെ ഒരു ലിങ്ക് ഉണ്ട്, അത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അവിടുത്തെ ബുക്കിംഗ് ഓപ്പൺ ആയിരിക്കുന്നത് ഖത്തറി നാഷണൽസിന് വേണ്ടിയിട്ട് മാത്രമാണ്. നോൺ ഖത്തറീസിന് ഇപ്പം അത് ഓപ്പൺ അല്ല, ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ കറണ്ട് ആയിട്ട് ഖത്തറി നാഷണൽസിന് മാത്രമേ അത് ഓപ്പൺ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറിയാനായിട്ട്, പക്ഷെ നമുക്ക് എന്തായാലും അറിയാനായിട്ട് പറ്റും അതിന്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ എത്ര പേരാണ് സ്റ്റേ ചെയ്യുന്നത്, അങ്ങനെ ഫുൾ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ക്വാറന്റൈനിൽ പോകാനായിട്ട് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള 3 ഹോട്ടൽസ് ആണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ 3 ഹോട്ടൽസ് എന്ന് പറയുന്നത് ഒരെണ്ണം ടൈം റെക്കോ ഹോട്ടൽ, ഒരെണ്ണം ദുസിത് ദോഹ ഹോട്ടൽ, ഒരെണ്ണം നമ്മുടെ വെസ്റ്റേൺ ദോഹ ഹോട്ടൽ ആൻഡ് സ്പാ. അപ്പൊ ഈ 3 ഹോട്ടൽസ് ആണ് ഇപ്പൊ കറന്റ്ലി അപ്രൂവ് ആയിട്ടുള്ളത്. അപ്പൊ ഇനിയിപ്പോ വഴിയെ നമുക്ക് കൂടുതൽ ഹോട്ടൽസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം.
ഡിസ്കവർ ഖത്തറിലാണ് ഇവർ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കാം ഓരോ ഹോട്ടൽസിലെയും അതിന്റെ പാക്കേജും റേറ്റും കാര്യങ്ങളും ഒക്കെ എത്രയാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്ത് ഖത്തറിലെത്തി, നമ്മുടെ HI ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി എന്ന് കരുതുക. അപ്പോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഏത് ഹോട്ടലാണോ പ്രിഫർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. ഇത് കമ്പൽസറി ആയിട്ട് ഒരു 1 way ട്രാവൽ ആയിരിക്കും. അതായത് ഇതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. നിങ്ങൾ പോകുന്ന ഹോട്ടൽ ഏതാണെങ്കിലും അവിടുത്തെ സ്റ്റാഫും അണ്ടർ ക്വാറന്റൈനിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു മെഡിക്കൽ ടീം കാണും. അവിടെ ഫുൾ ടൈം 24/7 അവരവിടെ കാണും. അപ്പൊ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഖത്തറിൽ എത്തിക്കഴിയുമ്പോൾ എന്തായാലും കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഈ ഒരു കോവിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത് ലൈക്ക് എയർപോർട്ടിൽ വെച്ചിട്ട് ചെയ്യുവോ അതല്ല ഹോട്ടലിൽ വന്നിട്ട് ചെയ്യുവോ എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. എന്തായാലും കോവിഡ് ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ഇൻ കേസ് നമ്മൾ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ MOPHന്റെ സ്റ്റാഫ് അവിടെ കാണും. അവരുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് ഹോട്ടലിൽ സ്റ്റേ ചെയ്യാവോ അതല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഇപ്പോൾ ഹോട്ടൽ റൂമിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ റൂം വിട്ട് പുറത്ത് പോകാനായിട്ട് പറ്റില്ല. കറക്റ്റ് സമയത്ത് നമ്മുടെ ഫുഡ് ഡോറിൽ കാണും. ഡയറക്റ്റ് റിലേറ്റീവ് ആണെങ്കിൽ നമുക്ക് റൂം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു റൂമിൽ 2 പേർക്ക് പറ്റും. അതല്ല ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് വൈഫ് പിന്നെ ഒരു കുട്ടിക്കും കൂടെ റൂം ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഈ കുട്ടിയുടെ ഏജ് എന്ന് പറയുന്നത് 6 yearsന് ബിലോ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഹോട്ടൽസിലൊക്കെ പൂള്, ജിം, റെസ്റ്റോറൻറ്റ്, ബാർ അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കാണും. പക്ഷെ നമുക്ക് അതൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രിഫറൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അവർക്ക് അവരുടെ പ്ലേ ഏരിയ ആക്സസ് ചെയ്യാനും ഒന്നും തന്നെ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രേ റൂം ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തിട്ട് അതിവിടെ ഡെലിവറി ചെയ്യാനോ ഫുഡ് ഓൺലൈൻ വാങ്ങിക്കാനോ ഒന്നും തന്നെ നടക്കില്ല. പിന്നെ പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ഖത്തറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കാണാനായിട്ട് അതും പറ്റില്ല. ജസ്റ്റ് ഫോൺ ചെയ്യാം, അല്ലാതെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും തന്നെ പറ്റുന്നതല്ല. അതായത് നമ്മൾ അവിടെ ചെന്ന് 14 ദിവസം ഹോട്ടലിൽ തന്നെ ആയിരിക്കണം, ഹോട്ടൽ റൂമിൽ തന്നെ ആയിരിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ എന്തെങ്കിലും ലോണ്ടറി സർവീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷെ നമുക്ക് അതിന് എക്സ്ട്രാ കോസ്റ്റ് നമ്മൾ തന്നെ കൊടുക്കണം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമ്മൾ തിരിച്ചു ഖത്തറിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പം 1.5 മാസം ഉണ്ട് ലൈക്ക് ഓഗസ്റ്റ് ഫസ്റ്റ് ആവാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസും കൂടുതൽ കാര്യങ്ങളും എല്ലാം തന്നെ ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. പുറത്തുനിന്ന് വരാൻ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.